50 മീറ്റർ ഭാഗം ഇതിനകം കടലെടുത്തിരുന്നു. ഫുട്ബോൾ മൈതാനവും ഒരീര വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ ഭാഗമായുള്ള ബലിതർപ്പണ മതിൽക്കെട്ടും ഇതിനകം കടലെടുത്തിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ 100-ലധികം തെങ്ങുകൾ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ നശിച്ചു. ഓരോ കാലവർഷം എത്തുമ്പോഴും കരയുടെ ചെറിയ ഭാഗം കടലെടുക്കാറുണ്ടെങ്കിലും ഇത്തവണ അതിന്റെ ഇരട്ടിയിലധികം നഷ്ടപ്പെട്ടതായി പരിസരവാസികൾ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു. നിർദ്ദിഷ്ട തീരദേശ ഹൈവേക്കായി അതിര് നിശ്ചയിച്ച കുറ്റികളും ഒഴുകിപ്പോയി. തീരദേശ റോഡിന്റെ പല ഭാഗങ്ങളും ഇല്ലാതെയായി. തുറമുഖത്തേക്ക് ബോട്ടുകൾ സുഗമമായി കടന്നുപോകുന്നതിന് അഴിമുഖത്ത് ഇരുകരകളിലായും 1 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിച്ച പുലിമുട്ട് തെക്ക് ഭാഗത്തേക്ക് കൂടി വർദ്ധിപ്പിക്കുകയും തീരങ്ങളിൽ കടൽ ഭിത്തി നിർമ്മിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാനും ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. മുൻ MLA M രാജഗോപാലൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ, VV ഉത്തമൻ എന്നിവരും മുൻ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.